ഈ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഒരു മലയാളി മാധ്യമ പ്രവർത്തകൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു യുദ്ധ സമാനമായ രീതിയിലൊക്കെ കാര്യങ്ങൾ രാജ്യങ്ങൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ അതും ഒരു മലയാളി മാധ്യമ പ്രവർത്തകൻ പോസ്റ്റ് ഇടുക, അയാളെ അറസ്റ്റ് ചെയ്യുക, പോലീസ് അറസ്റ്റ് ചെയ്യുക, എന്താണ് ഈ സംഭവത്തിന്റെ ശരിക്കുള്ള ചിത്രം? അതായത് ചേട്ടന് ഒരു കളമശ്ശേരി സ്ഫോടന കേസ് ഓർമ്മയുണ്ടോ? 2023 2023 ഒക്ടോബർ 29 ആ സംഭവം നടക്കുന്നത്. കളമശ്ശേരിയിലെ സാംബ്ര കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ ഒരു പ്രാർത്ഥനാ യോഗം നടക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സംഭവത്തിന്റെ റിപ്പോർട്ടിങ്ങിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ചെയ്തതിനെതിരെ ഉണ്ടായിരുന്ന വിഷയത്തിൽ ഇദ്ദേഹം ഈ പറയുന്ന റജാസ് എം ഷീബ സിദ്ദിഖ് എന്നാണ് പേര്. അപ്പോ ഈ റിജാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു റിജാസ് എന്ന് പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തകൻ 26 വയസ്സുള്ളൂ കേട്ടോ, 26 വയസ്സുള്ളൂ. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്നാണ് പറയപ്പെടുന്നത്. ഏത് തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് എന്നുള്ളതൊക്കെ ഇനി അന്വേഷിച്ച് പോയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അന്ന് ഈ പറയുന്നത് പോലീസ് തങ്ങളെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന പോലീസിന്റെ പരാതിയിലാണ് അന്ന് ഇയാൾക്കെതിരെ കേസെടുത്തത്. അന്ന് ഇദ്ദേഹം ഈ പറയുന്ന റിജാസ് വർക്ക് ചെയ്തത് മക്തൂബ് മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയയിലാണ്. അന്ന് അതിന്റെ എഡിറ്റർ അസ്ലഫ് വടകര ക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഈ മീഡിയ വണ്ണും മക്തൂബ് മീഡിയയും എന്തിനാണ് മുസ്ലിം വിഷയങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പോലീസ് ചോദിച്ചു എന്നാണ്. സ്ഫോടനം അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ മുസ്ലിം വിഷയം മാത്രം എന്തിനെ റിപ്പോർട്ട് ചെയ്യുന്നു, കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനെതിരെ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പറയുന്ന റിജാസിന് അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട്, കളമശ്ശേരി സ്ഫോടന കേസുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അതെ. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാണ്. ഡൽഹിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം തിരിച്ചെത്തുമ്പോഴാണ് ആ റിജാസ് അറസ്റ്റിലാകുന്നത്. റിജാസ് കേന്ദ്രം ചേട്ടനറിയാം, കേന്ദ്രം UAPA നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ള CPI മാവോയിസ്റ്റുള്ള ഒരു അംഗമാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോ നാഗ്പൂരിലെ നാഗ്പൂരിലെ ലഖത്ഗഞ്ച് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഈ പറയുന്ന റിജാസ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന DSA എന്ന് പറയുന്ന അതിന്റെ പ്രവർത്തകനാണ്. അപ്പോൾ ഏപ്രിൽ 24 കാശ്മീരി ആകുന്നത് കുറ്റമല്ല എന്ന് പറഞ്ഞൊരു പരിപാടി കൊച്ചിയിൽ ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെയും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് BNS പ്രകാരമുള്ള 149, 192, 351, 353 വകുപ്പുകൾ പ്രകാരമാണ്. ഇയാളെ മാത്രമല്ല, ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന വനിതാ സുഹൃത്ത് 22-23 വയസ്സുകാരിയാണ്, ഇഷാ കുമാരി എന്നോ മറ്റോ ആണ് പേര്. അപ്പൊ അവരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന് കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ഏതാണ്ട് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്ത് പോരാടണം എന്നുള്ള ആഹ്വാനമൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ മാസം 13 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഈ പറയുന്ന റിജാസിനെ. കേരള സർവകലാശാലയിലാണ് ഇയാൾ പഠിച്ചത്. അത് കേരളം ആസ്ഥാനമായിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞു പോയ ആ ഒരു എനിക്കൊന്നും മാഗസിൻ ആണെന്ന് തോന്നുന്നു, എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. മക്തൂബ്, കൗണ്ടർ കറൻസ് എന്നിവയിലൊക്കെ സ്ഥിരമായിട്ട് എഴുതുന്ന ഒരു ആളാണ് ഈ പറയുന്ന റിജാസ്. അതെ, സ്വതന്ത്ര പത്രപ്രവർത്തകൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ എഴുതുന്നത് അത്രയും ഈ പറയുന്ന പോലീസ് അതിക്രമങ്ങൾ, ജയിലുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ആൾക്കെതിരെ ഫയൽ ചെയ്യുന്ന 2ാമത്തെ FIR ആണിത്.
അപ്പോൾ ജയിലിൽ അടക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ മോചനം ആവശ്യപ്പെട്ട് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വരുന്നതിനിടയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ നേരത്തെ ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ജയിലിൽ അടക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ മോചനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട സിദ്ദിഖാപ്പനെ പോലുള്ളവരുടെ കേസുകളും ഒക്കെ ഇതിൽ ഉൾപ്പെടും. അപ്പൊ അങ്ങനത്തെ ഒരു ബെൽറ്റിലെ അംഗമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി അന്വേഷണത്തിലൂടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കളിൽ 3 പുസ്തകങ്ങളുണ്ടായിരുന്നു. ഹി ഹുറിസ്ഫൈഡ് ഡെത്ത്, ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് പ്രൊഫസർ ജി.എൻ. സായിബാബ, ദി ഗ്രേറ്റ് ലെഗസി ഓഫ് മാർക്സിസം ലെനിനിസം, ലെനിൻ ഓൺ ദി സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്, ഓൺലി പീപ്പിൾ മേക്ക് ദെയർ ഓൺ ഹിസ്റ്ററി. തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പിന്നെ 1-ൽ 2 തോക്കുകൾ പിടിച്ച് റിജാസ് നിൽക്കുന്ന ഒരു പോസ്റ്റ് കൂടെ ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ റിജാസിന്റെ അയാളുടെ ഒരു പടം കാണുമ്പോഴേ അയാൾ മറ്റേ ഈ പറയുന്ന അവരൊക്കെ പുതക്കുന്ന ഈ ഇസ്ലാമിസ്റ്റുകളൊക്കെ പുതക്കുന്ന ആ ഒരു അതിന്റെ ആ മേലങ്കി ഉണ്ട്, ആ ഒരു ഇതൊക്കെ പുതച്ചിട്ടുള്ള ഒരു പടമാണ് ഞാനും കണ്ടിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പറയുന്നതനുസരിച്ച് വിദ്യാർത്ഥിയായിരിക്കും അദ്ദേഹം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, SFIയിലെ അംഗമായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നീട് തീവ്ര ഇടതുപക്ഷ ചായ്വുള്ളവരെ കരുതപ്പെടുന്ന ഒരു സംഘടനയായ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ അതിൽ ചേർന്നു. റിജാസിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അന്ന് കളമശ്ശേരി സ്ഫോടന കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ആണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു വിവാദ പരാമർശം വന്നത്. അതെ, ഈ ഏറ്റവും അടുത്ത് ഏപ്രിൽ 22-ന് നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ പെഹൽഗ്രാം ആക്രമണം ഉണ്ടല്ലോ, അതിൽ ഉൾപ്പെട്ട ഭീകരരുടെ വീടുകളൊക്കെ പൊളിച്ചു നീക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിലുമൊക്കെ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. സമീപകാല സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ റിജാസ് പറയുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെയും ഛത്തീസ്ഗഡിലെ ആദിവാസി പ്രദേശങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഓപ്പറേഷൻ കഗാർ എന്ന പേരിലുള്ള സൈനിക നടപടിയും ഒക്കെ ഇയാൾ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായെന്നും കുട്ടികളെ കൊല്ലുന്നത് നീതി നൽകുമോ എന്നുമൊക്കെ റിജേഷ് ചോദിച്ചതായിട്ടും FIR-ൽ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പോയിട്ട് അങ്ങോട്ട് ആക്രമിച്ചതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഭീകരൻ നമ്മുടെ സിവിലിയൻസിനെ ആക്രമിച്ചു ഇല്ലാതെയാക്കിയതോടുകൂടിയാണ് ഒരു തിരിച്ചടി കൊടുക്കേണ്ടതുണ്ടെന്നുള്ള ഭാരതത്തിന് വരുന്നത് തന്നെ. അപ്പൊ അതിനെതിരെ പലരും പലതരത്തിലുള്ള ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കുന്നുണ്ട്. കുട്ടികളുടെ നേരെയൊന്നും മനഃപൂർവ്വം ഒരിക്കൽ പോലും ഇപ്പൊ ഇന്നലെ തന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ കാണിച്ചിട്ടുള്ള കെണി നമുക്ക് ഡ്രോണുകളെ അയക്കുകയാണ് ചെയ്തത്. അത് അവരുടെ ബുദ്ധിയാണ്. അതെ, അവിടെ പോലും നമ്മൾ മര്യാദയോടുകൂടിയാണ്, ആ യുദ്ധമര്യാദകൾ പാലിച്ചിട്ടാണ് നമ്മൾ സൈനിക നീക്കങ്ങൾ അടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന രാജ്യവിരുദ്ധതയൊക്കെ എടുത്തു പറയേണ്ടത് ഒരു മലയാളിയാണെന്നുള്ളതാണ്. അതെ, ഈ പറയുന്ന റിജാസ് ഒരു മലയാളി കൂടിയാണ്. അപ്പൊ ഈ നമ്മുടെ നാട് ഒരു അടിയന്തര സാഹചര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ, ഒരു സൈനിക നടപടികളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാടിനെതിരെ പറയുന്നത് ഉചിതമാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. ദേശവിരുദ്ധതയല്ലേ ആ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്.